റഹ്മാനിർ റഹീം. ആരെയും കൂസാത്ത, ആരുടെയും ആക്ഷേപങ്ങൾ വകവെക്കാത്ത ആർജവമുള്ള പ്രകൃതമായിരുന്നു കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ അഥവാ താജുൽ ഉലമയുടെ മൂത്താപ്പ. തൻ്റെ ഉസ്താദും കൂടിയാണ് മഹാനർ. അസാമാന്യ മനക്കരുത്തും താൻ സത്യമെന്ന് ഗ്രഹിച്ചത് തുറന്ന് പ്രഖ്യാപിക്കുക, അതിനുവേണ്ടി ധീരെ നിലകൊള്ളുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. കള്ളത്തൊരീക്കത്തുകാർക്കെതിരെ അതിനിശിതമായി സംസാരിക്കലുണ്ടായിരുന്നു. ഒരിക്കൽ കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ഇത്തരം ഖലീഫമാരെ നിശിതമായി കുറ്റപ്പെടുത്തി. നാടാകെ അത്ഭുതങ്ങൾ കാണിച്ച് കുത്തിക്കീറി നടക്കുന്ന ഇവർക്ക് എൻ്റെ മുൻപാകെ നേരിട്ടു വന്ന് അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ കൊണ്ടോട്ടിയല്ലേ ധാരാളം ഖലീഫമാരുള്ള സ്ഥലമല്ലേ? ഒരു ഖലീഫ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരുടെ മൂക്കിന് കീഴെ നിന്നുകൊണ്ട് തൻ്റെ വയറ് കൂസലില്ലാതെ കുത്തിക്കീറി. ശേഷം കുത്തിക്കീറിയ മുറിവ് ഭേദപ്പെടുത്തുവാൻ വേണ്ടി പല ഐഡിയകളും ഉപയോഗിച്ചു. പലതും പയറ്റി നോക്കി, പക്ഷേ മുറി കൂടുന്നില്ല. സദസ്സും അദ്ദേഹവും ആകപ്പാടെ പരിഭ്രമിച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ അവസാനം താൻ ചില മന്ത്രങ്ങൾ ഉരുവിട്ട് തൻ്റെ വലത് കൈ കൊണ്ട് ആ മുറിവങ്ങ് തടഞ്ഞുകൊടുത്തു. ഉടൻ തന്നെ മുറിവ് കൂടി. ചരിത്ര സത്യമാണ്. ഇങ്ങനത്തെ ആരെയും കൂസാത്ത പണ്ഡിതനായ, പ്രഗത്ഭ പണ്ഡിതനായ ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരുടെ സഹോദരന പുത്രനല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ആ സ്വഭാവം തന്നെയാണ് താജുൽ ഉലമ. ആരുടെ മുൻപിലും സത്യം തുറന്ന് പറയുക, തുറന്നെഴുതുക, ഒരാളെയും കൂസാക്കാതിരിക്കുക. ഇത് താജുൽ ഉലമയുടെ പ്രത്യേകതയാണ്. അത് സ്ഥാനം നഷ്ടപ്പെടുകയോ ജോലി നഷ്ടപ്പെടുക ഇതൊന്നും ഷെയ്ഖുന നോക്കില്ല. താജുൽ ഉലമ വിഷയമാക്കില്ല. അതുകൊണ്ടല്ലേ 19-ാം വയസ്സിൽ സമസ്തയിൽ അംഗമായി. അങ്ങനെ വളർന്ന് 900 സമസ്തയുടെ സ്ഥാപക നാളിൽ തന്നെ സമസ്തയിൽ കയറി. അങ്ങനെ 967 സമസ്ത താൻ മനസ്സിലാക്കിയ സത്യത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ, ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ സ്ഥാനം വലിച്ചെറിഞ്ഞ്, പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോന്ന ഷെയ്ഖുന താജുൽ ഉലമ, അള്ളാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, മഹാനരുടെ 40-ാം ആണ്ട് നേർച്ചയാണ് ഇന്നും നാളെയും മറ്റന്നാളെയും സജീവമായി കൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുക, ബറക്കത്ത് നേടുക. ഇന്നും നാളെയും വണ്ടൂരിനടുത്ത് പുളിയക്കോട് ഓഡിറ്റോറിയത്തിലാണ്. അള്ളാഹു അവരുടെ ഉഖ്റവിയായ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരുടെ ശഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.